പി കൃഷ്ണപിള്ള സ്മാരക സാംസ്കാരിക സമുച്ചയത്തിന് അനുവദിച്ച ഭൂമി തിരിച്ചെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. നൂർനാട് സാനിറ്റോറിയം ഭൂമിയിലേക്കായിരുന്നു മാർച്ച്. KP റോഡിൽ സാനിറ്റോറിയത്തിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ പി കൃഷ്ണപിള്ള സാംസ്കാരിക സമുച്ചയത്തിന് അനുവദിച്ച ഭൂമി തിരിച്ചെടുക്കുന്നതിനെതിരെയാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. CPIM ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചാരുമൂട് ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക സമുച്ചയ ഭൂമിയിലേക്കായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ മാർച്ച് KP റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു കേന്ദ്രീകൃത കേന്ദ്ര വിദ്യാലയം, ആ വിദ്യാലയം ഇവിടെ വരുന്നതിന് നമ്മളാരും എതിരല്ല. വിദ്യാലയങ്ങൾ വന്നോട്ടെ. പക്ഷേ ആ കേന്ദ്ര വിദ്യാലയങ്ങൾ പലതും ഇന്ന് ഇന്ത്യ രാജ്യത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുക. എന്തുമായിക്കോട്ടെ, പലതും അടച്ചുപൂട്ടുന്നുണ്ട്. എന്നിരുന്നാലും ശരി, ഇങ്ങനെ ഇവിടുത്തെ MPയും എല്ലാം കൂടെ മുൻകൈയെടുത്ത് ഇങ്ങനെ ഇവിടെ ഒരു സ്ഥാപനം കൊണ്ടുവരുമ്പോൾ അതിനെതിരെതിരല്ല നമ്മൾ. അങ്ങനെ ഒരു വിദ്യാലയം വന്നോട്ടെ. പക്ഷെ ആ വിദ്യാലയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ സാംസ്കാരിക സമുച്ചയം പ്രവർത്തിക്കുക. അതാണ് എൻ്റെ പ്രത്യേകത. ഒരു വിദ്യാലയം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ആ വിദ്യാലയത്തിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് ഈ കേന്ദ്ര വിദ്യാലയം. ആ സാംസ്കാരിക വിദ്യാലയം സ്ഥാപനത്തെയാണ് തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുന്നത്. അത് കേവലമായി ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ നാമധേയം പല പേരുകൾ ഓരോ ജില്ലയിലും ഇട്ട കൂട്ടത്തിൽ ഇവിടെ വന്നപ്പോൾ പി കൃഷ്ണപിള്ളയുടെ പേര് അതിന് നൽകി, ആ സ്ഥാപനത്തിന് നൽകി. അവരൊറ്റ വിരോധമാണ്. ഈ പി കൃഷ്ണപിള്ള ആരാണെന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് ഒന്നും ആരും വിവരമില്ലെന്ന് എനിക്ക് തോന്നുന്നു. മുരളീധരൻ ഇവ ആരോഗ്യമന്ത്രിയാണല്ലോ, അദ്ദേഹമാണല്ലോ പ്രഖ്യാപിച്ചത് ഈ സ്ഥലം നേരെ ഇതിനുവേണ്ടി കൊടുക്കുകയാണ് എന്നൊരു വിധത്തിൽ പ്രഖ്യാപിച്ചത്. അയാളുടെ അച്ഛൻ കരുണാകരന്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുകയാണ്. മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയായിട്ട് നീങ്ങുകയാണ്. മുരളീധരൻ അറിയാൻ പാടില്ലെങ്കിലും മുരളീധരന്റെ അച്ഛൻ കരുണാകരൻ അറിയാം ഈ പി കൃഷ്ണപിള്ള ആരാണെന്നുള്ള കാര്യം. പി കൃഷ്ണപിള്ളയെ നല്ലപോലെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആളാണ് കരുണാകരൻ. ആ പി കൃഷ്ണപിള്ളയുടെ പേരിൽ, പി കൃഷ്ണപിള്ള ആരായിരുന്നു? പി കൃഷ്ണപിള്ള എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ച നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. കോൺഗ്രസ്സുകാരനായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളിലും ആ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്ത ആളാണ് കേരളത്തിൽ. ചാരുമൂട് ഏരിയ സെക്രട്ടറി ബിനു അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലും അതാത് പ്രദേശങ്ങളുടെ സാംസ്കാരിക രംഗത്തെ കൂടുതൽ ചലനാത്മകമാക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും നവോത്ഥാന നായകന്മാരുടെ പേരിൽ നവോത്ഥാന സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന് പ്രകാരമാണ് 2023 നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിന്റെ വളപ്പിൽ 5 ഏക്കർ സ്ഥലം പി കൃഷ്ണപിള്ളയുടെ സ്മാരകമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും തുടർന്ന് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പരിവർത്തന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാവായി മാറിയ സഖാവ് പി കൃഷ്ണപിള്ളയുടെ പേരിൽ സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നതിനു വേണ്ടി തീരുമാനമെടുത്തത്. ഇത് കേരളത്തിൽ ആകെ തിരുവനന്തപുരം ജില്ലയിൽ അയ്യങ്കാളിയുടെ പേരിലാണ്, കൊല്ലം ജില്ലയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലാണ്. അങ്ങനെ ഓരോ ജില്ലകളിലും ആ ജില്ലകളുമായി ബന്ധപ്പെട്ട പ്രാധാന്യമുള്ള സാംസ്കാരിക നായകന്മാരുടെയും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് പങ്കുവഹിച്ച ആളുകളുടെ പേരിലുമാണ് സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K രാഘവൻ, A മഹേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം G രാജമ്മ, S രാമകൃഷ്ണൻ, B വിശ്വൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C അനു എന്നിവർ പങ്കെടുത്തു. നാടിന്റെ കലാ സാംസ്കാരിക രംഗം ചലനാത്മകമാക്കാൻ ഉതകുന്ന പദ്ധതിയാണ് LDF സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇതിനായി ലെപ്രസി സാനിറ്റോറിയത്തിലെ 5 ഏക്കർ ഭൂമിയാണ് സാംസ്കാരിക സമുച്ചയ നിർമ്മാണത്തിനായി വിട്ടു നൽകിയത്. 4.5 ഏക്കർ സ്ഥലത്ത് നാടകശാല, സിനിമാ തിയേറ്റർ, സംഗീതശാല, ഒപ്പറ ഹൗസ്, ആർട്ട് ഗാലറി, പുസ്തകക്കടകൾ, സെമിനാർ ഹാളുകൾ, ശില്പികൾക്കും കരകൗശല വിദഗ്ധർക്കുമായി പണിശാലകൾ, നാടക റിഹേഴ്സൽ സൗകര്യം,
കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ എന്നിവയാണ് പ്രധാനമായും ഉൾപ്പെട്ടത്. 14 ജില്ലകളിലും വിവിധ നവോത്ഥാന നായകരുടെ നാമധേയത്തിൽ സാംസ്കാരിക സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിനാണ് LDF സർക്കാർ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.